എറണാകുളം ജില്ലയിൽ മഴ ശക്തമായതോടെ പകർച്ചവ്യാധികളും വ്യാപകമാവുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ മാത്രം ഏതാണ്ട് 3000-ഓളം പേരാണ് വിവിധ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടിയത്. ഡെങ്കിപ്പനി, H1N1, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എ തുടങ്ങിയ രോഗങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഴ ആരംഭിച്ചതോടെ എറണാകുളത്ത് പനിബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി 2980 പേരാണ് പനിക്ക് ചികിത്സ തേടിയത്. ഇതിൽ 29 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 84 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലുമാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലകളിലൊന്നായി എറണാകുളം മാറിക്കഴിഞ്ഞു. അതിനിടെ H1N1 ബാധിച്ച് ജില്ലയിൽ 1 മരണം റിപ്പോർട്ട് ചെയ്തു. എലിപ്പനി, ഇൻഫ്ലുവൻസ, ഹെപ്പറ്റൈറ്റിസ് എ തുടങ്ങിയ രോഗങ്ങളും വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം മാത്രം 12776 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. 278 പേർക്ക് ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചപ്പോൾ 137 പേർ മഞ്ഞപ്പിത്തത്തിനും ചികിത്സ തേടി. മലേറിയ, വെസ്റ്റ് നൈൽ പനി തുടങ്ങിയ രോഗങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം, ടൈഫോയിഡ്, ചിക്കൻ പോക്സ് എന്നിവ ബാധിച്ചുള്ള മരണങ്ങളും ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. മൺസൂൺ മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയും ശുചീകരണ പ്രവർത്തനങ്ങളിലെ പോരായ്മകളുമാണ് രോഗവ്യാപനത്തിന് കാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മഴക്കാല പൂർവ്വ ശുചീകരണം, മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് വിമർശനം. രോഗവ്യാപനം തടയാൻ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി.